ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ഇപ്പം 2-3 ദിവസമായിട്ട് നമുക്ക് മഴയൊക്കെ മാറി നിൽക്കുവാണല്ലോ. ഇപ്പം വെള്ളം കയറി വീട്ടിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഓർത്തേന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ ഓർത്ത്, സൺഡേ കൂടിയല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ ഈ തലവലപ്പറമ്പിൽ ടൗൺ ഏരിയ ആണെങ്കിൽ ഉള്ളിലോട്ടൊക്കെ ഈ താഴ്ന്ന പ്രദേശം കൂടുതൽ. ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ തന്നെ വെള്ളത്തിലാവും. അത്രയും താഴ്ന്ന പ്രദേശമായിട്ടാണ്. നമുക്കൊരു മിനി അപ്പർ കുട്ടനാടൻ തന്നെ ഇതിന് പറയാം. കാരണം അത്രക്ക് താഴ്ന്ന പ്രദേശം തന്നെയാണ്. നമ്മൾ കാണുമ്പോൾ ഓർക്കും കോട്ടയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം ഇച്ചിരി ഹൈ റേഞ്ച് ആ മോഡൽ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഉള്ളിലോട്ടൊക്കെ നല്ല വെള്ളക്കെട്ട് പെട്ടെന്നുണ്ടാകും കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർത്തെന്താ ഒന്ന് പോയി നോക്കാമെന്നൊക്കെ ഓർത്ത്. അപ്പോൾ ഞാൻ കുണ്ണിയൻ്റെ അടുത്ത് പോകണമായിരുന്നു. നമ്മുടെ സീത ട്രാവലിൻ്റെ അണ്ണൻ്റെ അടുത്ത് കൂടി പോകണമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അണ്ണനില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്തെന്താ ഒന്ന് കറങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട് ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്, ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ കണ്ട അത്രയും വെള്ളമായി. ഞങ്ങളവിടെ വണ്ടി വെച്ചിട്ട് നടന്നിങ്ങോട്ട് പോകുന്നോണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇങ്ങോട്ട് കൂടുതൽ വണ്ടി ഇറക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വല്ലതും കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ അവിടെ ചായ കുടിക്കാൻ എഴുപത്തിരത്തോട്ട് പോകാന്ന് പറഞ്ഞിരിക്കുക. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് എഴുപത്തിരത്ത്. ഞങ്ങൾ ഇതും കഴിഞ്ഞ് പോകാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ അപ്പം നമ്മളും പോകുന്ന കേട്ടോ എഴുമാന്തപുരത്തേക്ക്. ഉണ്ട് അണ്ണനൊക്കെ ഇവിടെ ഞങ്ങൾ വരുന്ന മുമ്പ് തന്നെ അണ്ണനൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു. അണ്ണനൊക്കെ ഇവിടെ നിന്നുണ്ട് ചായ കുടിക്കാൻ. ഇങ്ങനെ ഈ പുഴയോരത്തൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കൂട്ടുകാരായിട്ടൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ഒരു രസം തന്നെ. നമുക്ക് അതൊന്നും എത്ര കാലം കഴിഞ്ഞാലും നമുക്കിത് ഈ ഓർമ്മയൊന്നും ഒരിക്കലും മനസ്സിൽ നിന്ന് മാറത്തില്ല. ഇനിയുള്ള കാലത്തുള്ള പിള്ളേർക്ക് ഇങ്ങനത്തെ ഓർമ്മകൾ കിട്ടുമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. കാരണം ഇപ്പം എല്ലാം പുഴകളാണെങ്കിലും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ ഞങ്ങളും ചെന്ന് ചായ പറഞ്ഞ് അപ്പം നോക്കിയപ്പോഴത്തേക്ക് പഴംപൊരിയൊക്കെ തീർന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു പരിപ്പോടായിരുന്നു, ആകെ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, അതെനിക്കായിരുന്നു കിട്ടിയത്. ഉണ്ണി പിന്നെ ഈ വട അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ണിക്കിട്ട്, സുഖിയൻ അതൊക്കെ ഉണ്ണിയുടെ ഫേവറേറ്റ്. അപ്പം നമ്മൾ ചായ പറഞ്ഞ് നമുക്ക് ചായ കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങളും അവിടെ പോയി ഇരുന്നുകൊണ്ട് ഞാൻ പരിപ്പോടായിരുന്നല്ലോ എടുത്ത്. പിന്നെ അവരായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ചൂട് ചായയായിരുന്നേ, നല്ല ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കുടിച്ചിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്തതിൽ നമ്മുടെ റീലൊക്കെ ഇടാം കേട്ടോ. അപ്പം ശരി, ടാറ്റാ.